നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു, വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാട് നടന്നോരനന്തരം, ബാലകൻ വരവീഷദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതു മായാ സീത, ലക്ഷ്മീ ദേവിയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ, മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയിച്ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ, അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും, മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തനപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെ എന്നകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാലെന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ, കണ്ടകജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ, ബാഷ്പവും തൂകി തൂകി ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം,
ആഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാം, ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കർഷണം പൊറുക്കെന്നു ഞാൻ പലപുരു ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താളെന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിത് പോന്നതു സൗമിത്രേ നീ, ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നിങ്ങുമേ നോക്കിക്കാണാൻ ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകീ ദേവി, ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു, വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു, മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. ഭഷ്മളാക്ഷിയ മമ ചൊല്ലുവിൻ പരമാർത്ഥം, വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയൊപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്കയാൽ. ജടായുഗിതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയുമെടുത്തു അടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണെടോ കുമാര നീ. തന്വങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനന കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും
വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ, മിത്രമെത്രയും തവതാതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ, വിട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ. പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മര്യായകൻ നിന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണമെന്നെ കൃപയാ കൃപാനിധേ, തൃക്കടലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നുതൻ. തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ. ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു പരുവതിനായി അനുഗ്രഹിക്കേണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാൽ അഹം പുണ്യപുരുഷാ പുരുഷോത്തമാ ദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മാ പരമാത്മാ മായാ മാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനിന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂകസുമസമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാ മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യപരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസീംനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കെന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശംഖാരിഗതാ പത്മമകുട പീതാംബരാന്ത്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടുമുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ.
ജടായുസ്തുതി. അഗണ്യഗുണമാദ്യമവ്യയ അപ്രമേയമഖിലജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷവീക്ഷവി താമരശുചാരഹിതാവധി സുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവകാനന ഭവദഹനനാമധേയം ഭവപങ്കജഭവമുഖദൈവതം ദേവം ധനുജപതി കോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാഹരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാഘ്രിബോധകം നിത്യം ഭവനാശായ നിശം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജേന്ദ്രസേവിതപാദം സുരവപണിനിഭം പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥപരിവർജിതമനീഷിണാം പരപൂരുഷഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുദകളേബരം ശിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഖസ്ഥിരതരമൺ വിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥ ശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു പരം സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ പരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടോരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശ സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. വക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണാ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും
പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ല താനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജമധ്യസ്ഥന്മാരായതു കുമാരനാം കൽപ്പിതം ധാതാവിനാൽ എന്തെന്നാലതു വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരമാകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവമെന്തിന് വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോവീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായില്ലിതിൻ കീഴിൽ. അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചോദിച്ചുടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം. നേരം അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ, നേരോടെ പറയെന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിന്തിരുവടി തന്നെ മുന്നിൽ അമ്മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതിസുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ. അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകെന്നാൽ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തിരുവടി തന്നെ മോക്ഷദൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടു. താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞെടുത്തേനതിരുഷാ. ശതകോടിയാൽ തലയറുത്തു ശതമഹൻ വജ്രമേറ്റിട്ടും മമ വന്നീല മരണം. അബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവുമൊരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാ രഘുനായക ദയാനിധേ. വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും.
തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദ്ധിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവഴി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം, അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം. ബന്ധവു മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകമന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരിക്തം. മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായതു ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമത് വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നത് യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്വത്വാദ്യാവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ. 14 ലോകവും നൂനം പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥതേ ഗുൽഭം രസാതലവും തലാതലം. ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതേ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽപ്രഭോ സത്താമാത്രകാ മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. വക്രമായതു വന്യനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ. കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ദ്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും
സൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം. പുഷ്ടമാം മഹീവതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽക്കാളും മുഖ്യമായിരിപ്പോന്നിതി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജിന്വന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മാനസേ വസിപ്പതിന്നായലം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവതത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രസേവ്യ പാഹി മാം ദയാനിധേ. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിട ഐകംബുജ വിലോചന. സന്തതം നമസ്കാരം. ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ചു ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചലഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠാ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാനി സ്തോത്രം. ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥപ്പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിലാം മാറു കാണാം മതങ്കാശ്രമം. തത്ര സംപ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. തൊൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബരി ആശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബര്യാശ്രമമകമ്പുക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചുതൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ.
അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവനെന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമിന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയേയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിലയല്ലോ. ജ്ഞാനമില്ലാത ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോവിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കമലത്തിൽ അറിയപ്പോക ദയാനിധി. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾ നീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിലാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തമേ, കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മൽഗുണേരണം, പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കലാജാതാചാര്യോപാസനമഞ്ചാവതും. പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. യോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനിമർത്യനുത്തമ തപോനിധേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തതു നിനക്കു തപോധനേ. ജാനകീ മാർഗമറിഞ്ഞീഴ് നീ പറയണം കേനവാനീതാ സീതാ മൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടോരു ശബരിയുമാകുലമകലുമാറാദരാലുര ചെയ്താൾ. സർവവുമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടരർ മകളെ ഞാൻ. മുമ്പിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യ
പർവ്വതവരം യർശമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ, പാലനം ചെയ്യുക ഭവാൻ അവന് വഴിപോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കലിന്നവർക്കെന്നിലെത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കേണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. മാരീചനെ കൊന്നിട്ട് തിരികെ പോകുമ്പോഴേക്കും ലക്ഷ്മണൻ വരുന്നത് കണ്ട് മായാസീതയെ ഇപ്പോൾ രാവണൻ കൊണ്ടുപോയി കാണും. ഏതായാലും സങ്കടം അഭിനയിക്കാതെ പറ്റില്ലല്ലോ എന്ന് രാമൻ ചിന്തിക്കുന്നു. അധ്യാത്മരാമായണത്തിൽ സീതയെ തനിയാക്കി പോന്നതെന്തെന്ന് അന്വേഷിക്കുന്നു. ലക്ഷ്മണൻ കാര്യം പറയുന്നു. വാൽമീകി രാമായണത്തിൽ മാരീചൻ്റെ കരച്ചിൽ കേട്ട് ലക്ഷ്മണനും സീതയും കേട്ടുപോയെന്ന് ശങ്കിച്ച് വേഗത്തിൽ തിരികെ മടങ്ങുന്ന രാമൻ ലക്ഷ്മണനെ കാണുന്നു. മനുഷ്യനായ രാമൻ ആ രാക്ഷസൻ്റെ നിലവിളി കേട്ട് ഞാൻ സംശയിച്ച പോലെ നീ പോന്നതാണല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ബന്ധപ്പെട്ടു ചെന്ന് ആശ്രമത്തിൽ നോക്കി. അവിടെമെല്ലാം തിരിഞ്ഞു നോക്കി. ശോകസാഗര നിമഗ്നനായി ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്കും ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്കും ഒരു നദിയിൽ നിന്ന് മറ്റൊരു നദിയിലേക്കും ഓടിത്തിരിയുന്നവനായി രാമൻ ഭവിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. മരങ്ങളോടും മാനുകളോടും ആനകളോടും പുലികളോടുമെല്ലാം സീതയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഓടി നടന്നു. സീതയില്ലാതെ ഞാൻ ജീവിച്ചിരിക്കില്ല ലക്ഷ്മണ, നീ തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു പോയിക്കോളൂ. കൈകേയിയമ്മയുടെ ആഗ്രഹം സാധിച്ചുവല്ലോ, കൗസല്യാമ്മയും പിന്നെ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാമൻ ഇങ്ങനെ കേണുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പ്രലപിച്ചുകൊണ്ട് ഓടി നടന്ന രാമൻ സീതയെ തിരയുന്ന രാമനെ ലക്ഷ്മണൻ ആശ്വസിപ്പിച്ചു. ദേവി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് രണ്ടുപേർക്കും കൂടി നോക്കാമെന്ന് പറഞ്ഞ് അവിടെ എല്ലാ സ്ഥലങ്ങളിലും തിരഞ്ഞു. അവിടെയുള്ള മാനുകളും മൃഗങ്ങളും എല്ലാം തെക്കു ദിക്കിലേക്ക് നോക്കുന്നതായി കണ്ട ലക്ഷ്മണൻ രാമനോട് നമുക്ക് ഈ വഴി തിരഞ്ഞു പോകാമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ സീതയെപ്പറ്റി ഒന്നും അറിയിക്കാത്തതിന്
പർവ്വതത്തിനോടും നദിയോടുമെല്ലാം ക്രുദ്ധനായി രാമൻ. നിങ്ങളെയൊക്കെ ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് നടക്കുന്ന രാമൻ നിലത്ത് പതിഞ്ഞിരുന്ന രാക്ഷസന്റെ വലിയ പാദം സീതാദേവിയുടെ അങ്ങുമിങ്ങും ഓടി നടന്നപ്പോഴുണ്ടായ സീതയുടെ കാലടിപ്പാടുകളും, രാക്ഷസന്റെ വലിയ കാലടിപ്പാടും സീതാദേവിയുടെ ചെറിയ കാലടിപ്പാടുകളും കണ്ട് അതിനടുത്ത് തന്നെ മുറിഞ്ഞു കിടന്ന വില്ലും തകർന്ന രഥവും കണ്ടു. അവിടെ മെങ്ങും ചോരത്തുള്ളികൾ നിറഞ്ഞു കിടക്കുന്നു. സീതയുടെ ആഭരണങ്ങളുടെ അലുക്കുകളും പുഷ്പങ്ങളും ഒക്കെ ചിതറിക്കിടപ്പുണ്ട്. 2 കോവർ കഴുതുകളും സാരഥിയും ചത്തുകിടക്കുന്നു. സീതയെ പ്രതി 2 രാക്ഷസന്മാർ പൊരുതിയതാവാം, അവളെ അവർ തിന്നതാവാം എന്നൊക്കെ പറഞ്ഞ് നിലവിട്ട രാമൻ കോദണ്ഡമെടുത്ത് ഞാനിത് അത്രലോകവും നശിപ്പിക്കും എന്ന് പറഞ്ഞ് നിലകൊണ്ടു. ലക്ഷ്മണൻ പറഞ്ഞു, ഇവിടെ ഒരു യുദ്ധം നടന്ന ലക്ഷണമുണ്ട്, പക്ഷേ ഒരാൾ തന്നെ ചെയ്തതാണ്, സൈന്യത്തിൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ. ഒരാളുടെ കുറ്റത്തിനെ ലോകം മുഴുവൻ നശിപ്പിക്കുന്നത് ധർമ്മമോ എന്ന് ലക്ഷ്മണൻ ചോദിച്ച് ആശ്വസിപ്പിച്ചു. ഭർത്താവിനെ ദൈവമായി കാണുന്ന സീതാദേവിക്ക് ഒരാപത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സമാധാനിപ്പിച്ചു. മഹർഷിമാരുടെ തുണയോടെ നമുക്ക് 2 പേർക്കും ചേർന്ന് ദേവിയെ എന്തായാലും കണ്ടുപിടിക്കാം, ശത്രുവിനെ കണ്ടുപിടിച്ച ഉന്മൂലനാശം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ സമാധാനിപ്പിച്ചപ്പോൾ എന്നിട്ടും സമാധാനിച്ചിട്ടില്ല രാമൻ. അങ്ങനെ തിരഞ്ഞ് നടന്ന് ജടായുവിനെ കാണുന്നു. ഇവൻ സീതയെ ഭക്ഷിച്ചിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് അടുത്തപ്പോൾ ജടായു പറഞ്ഞു ഞരങ്ങിക്കൊണ്ട്, എൻ്റെ പ്രാണങ്ങളെയും ദേവിയെയും രാവൺ അപഹരിച്ചു കൊണ്ടുപോയി. അവനെ തടഞ്ഞ എൻ്റെ ചിറകുകളും വെട്ടിവീഴ്ത്തി എന്നീ വിവരങ്ങൾ പറഞ്ഞ് ജടായുവിനെ രാമൻ അണച്ചു പിടിച്ച് തലോടി. രാവണൻ സീതയെ കൊണ്ടുപോയത് വിജയം എന്ന നല്ല മുഹൂർത്തത്തിലായിരുന്നെന്നും അതിന് നഷ്ടമായത് ഉടമസ്ഥന് ഉടനെ തന്നെ തിരികെ ലഭിക്കുമെന്നും നേരിയ സ്വരത്തിൽ ജടായു പറഞ്ഞു. രാവണൻ എന്നത് വിശ്രവസ്തു മുനിയുടെ മകനും കുബേരൻ്റെ അനുജനുമായ രാവണനാണ് എന്ന് ജടായു പറഞ്ഞു. ആ രാക്ഷസരാജാവായ ആ രാവണൻ ചൂണ്ടൽ വിഴുങ്ങിയ മത്സ്യമെന്ന പോലെ നശിക്കുവാൻ പോവുകയാണ് എന്നും ജടായു പറഞ്ഞു. ആ രാവണനെ വേഗത്തിൽ കൊന്ന് ദേവിയെ വീണ്ടെടുക്കാനാവുമെന്നും പറഞ്ഞ് ജടായു ജീവൻ വെടിഞ്ഞു. ഗോദാവരി നദിയുടെ തീരത്തിൽ കഴുകൻ്റെ ദേഹം ദഹിപ്പിച്ച് പിതാവിനെന്ന പോലെ തന്നെ ബലിതർപ്പണം ചെയ്ത് ശാന്തനായ രാമൻ ലക്ഷ്മണനോടൊത്ത് സീതാന്വേഷണവും മനസ്സിൽ പൂർണ്ണമായും ഉറപ്പിച്ച് യാത്ര തുടർന്നു. ജടായു ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് രാമനൊരു ഏകദേശം ചിത്രം കിട്ടിയത്. തെക്കോട്ടാണ് പോയത്, രാവണനാണ് കൊണ്ടുപോയത്, വീണ്ടെടുക്കാം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ജടായു മരിച്ചത്. ഈ യാത്രക്കിടയിൽ വാൽമീകി രാമായണത്തിൽ അവർ അയോമുഖി എന്ന ഒരു രാക്ഷസിയെ കൂടി കാണുന്നുണ്ട്. ലക്ഷ്മണൻ്റെ നേരെ കാമത്തോടെ ചെന്ന അവളുടെ മൂക്കും മുലയും ചെവിയും ലക്ഷ്മണൻ ചെത്തി കളഞ്ഞു. അവൾ ഓടിപ്പോയി, കരഞ്ഞു വിളിച്ച് അവൾ ഓടിപ്പോയി. പിന്നീട് ആണവർ തലയും കഴുത്തുമില്ലാതെ വയറ്റിലായി വായുള്ള മാർദ്ദത്തിൽ ഒറ്റക്കണ്ണുള്ള 8 നാഴിക നീളമുള്ള 2 കൈകളുമുള്ള കബന്ധൻ എന്ന രാക്ഷസൻ വന്ന് അവരെ തടുത്തു നിർത്തി. അവരെ 2 പേരെയും കൂട്ടിപ്പിടിച്ചു കളഞ്ഞു, കൈക്കുള്ളിലാക്കി. അവരെ വരിഞ്ഞു മുറിക്കിയപ്പോൾ ഇത്തവണ ലക്ഷ്മണനാണ് അസ്വസ്ഥചിത്തനായത്. എന്നെ ബലിയാക്കി അങ്ങ് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞ ലക്ഷ്മണൻ രാമൻ ആശ്വസിപ്പിക്കുന്നു. വാൾ കൊണ്ട് രാമൻ രാക്ഷസൻ്റെ വലം കൈയും ലക്ഷ്മണൻ ഇടം കൈയും വെട്ടിമാറ്റിയപ്പോൾ നിങ്ങൾ ആരാണെന്ന് ആ രാക്ഷസൻ അന്വേഷിച്ചു. ലക്ഷ്മണൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയത്, നിങ്ങളെ കാണുന്നതിനിട വന്നതെന്നും ഗന്ധർവനായിരുന്നു ധനു എന്ന കബന്ധൻ പറഞ്ഞു. സുന്ദരനായിരുന്ന ധനു ഘോരരൂപം ധരിച്ച് മുനിമാരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പഴയകാലത്ത്
സ്ഥൂലശിരസ് എന്ന മുനി അതേ രൂപം തന്നെ അവനെപ്പോഴും ഉണ്ടായിക്കട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷം യാചിച്ചപ്പോൾ നിന്റെ 2 കൈകളും മുറിച്ച ശ്രീരാമൻ എന്ന് നിന്നെ കാട്ടിൽ ദഹിപ്പിക്കുമോ അന്ന് നിന്റെ സുന്ദര രൂപം തിരികെ കിട്ടുമെന്ന് ശാപമോക്ഷവും കൊടുത്തു. പിന്നെ തപസ്സു ചെയ്ത് ബ്രഹ്മാവിനോട് ദീർഘായുസ് വരമായി വാങ്ങി. എന്നിട്ട് ദീർഘായുസ് വരമായിട്ട് കിട്ടിയപ്പോഴത്തേക്കും ദർപ്പം കൊണ്ട് ഇന്ദ്രനോട് നേരിട്ടു. ഇന്ദ്രൻ്റെ അടുത്ത് ചെന്ന് യുദ്ധത്തിന് ചെന്നു. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് വെട്ടി തല കുക്ഷിയിൽ വയറ്റിലാക്കി. ദീർഘായുസുള്ളതിനാൽ കൊന്നതുമില്ല. ഇന്ദ്രൻ പിന്നെ നീണ്ട 2 കൈകളെ, വിശപ്പുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഭക്ഷിക്കണ്ടേ, ആഹാരം വേണമല്ലോ, അതിനു വേണ്ടിയിട്ട് 2 നീണ്ട കൈകൾ തന്ന് അവയിൽ കിട്ടുന്നത് ആഹരിക്കാൻ അനുവാദവും തന്ന് ഈ കാട്ടിലെത്തിയതാണ്. രാമനും ലക്ഷ്മണനും വന്ന് എന്ന് കൈ മുറിക്കുമോ അന്ന് സ്വർഗത്തെ പ്രാപിക്കുമെന്ന് ഇന്ദ്രൻ വരവും നൽകിയിട്ടുണ്ട്. ഇനി അഗ്നി കൊണ്ട് ദഹിപ്പിക്കുക കൂടി ചെയ്താൽ അങ്ങയെ ഭാര്യാന്വേഷണത്തിൽ സഹായിക്കാൻ സാധിക്കുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. വാൽമീകി രാമായണത്തിലെ കബന്ധനാണ് സുഗ്രീവനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. മറ്റേ അധ്യാത്മരാമായണത്തിലത് ശബരിയാണ്. ഇതിൽ ഇദ്ദേഹമാണ് ധനു എന്ന കബന്ധൻ. ഒരു കാലത്ത് ഈ 3 ലോകങ്ങളിലും ചുറ്റി നടന്ന ഒരാളുണ്ട്. അവന് എല്ലാ ലോകങ്ങളെപ്പറ്റിയും അറിയാം. അയാളുമായി സഖ്യം ചെയ്യുക എന്നാണ് ധനു പറഞ്ഞത്. അവർ കബന്ധനെ ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ധനു അതിൽ നിന്നും സുന്ദര ശരീരനായിട്ട് പൊങ്ങി വന്നു. സൂര്യപുത്രനായ സുഗ്രീവൻ എന്ന വാനരൻ ഋഷമുഖാചലത്തിൽ 4 വാനരോടൊത്ത് താമസിക്കുന്നുണ്ടെന്ന് ജ്യേഷ്ഠനായ ബാലിയാൽ സുഗ്രീവൻ്റെ ഭാര്യയും സുഗ്രീവന് നഷ്ടപ്പെട്ടു എന്നുമൊക്കെ ധനു പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ ഭാര്യയെ അന്വേഷിക്കാൻ അതേ അവസ്ഥയിൽ തന്നെ കഴിയുന്ന സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് സുഗ്രീവന് വേണ്ടത് സുഗ്രീവനും രാമന് വേണ്ടത് രാമനും ലഭിക്കും എന്ന് തന്നെ ധനു പറയുന്നു. പരസ്പരം സഖ്യം ചെയ്തു എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് ധനു പോകുന്നത്. പിന്നെ ഇവിടെ നിന്നും മതംഗാശ്രമത്തിലെത്തിയാൽ അങ്ങ് ചെല്ലുന്നത് കാത്തിരിക്കുന്ന ശബരി എന്ന ഒരു വൃദ്ധ താപസിയുണ്ട്. അവിടെയുള്ള വനങ്ങളുടെയും പമ്പാ സരസിൻ്റെയും ഒക്കെ ഭംഗിയും ഒക്കെ പറഞ്ഞിട്ടാണ് ധനു ഉയർന്നു വന്ന് വഴിയും പറഞ്ഞു കൊടുത്തു. മതംഗവനത്തിലേക്കുള്ള വഴി, മതംഗാശ്രമത്തിലേക്കുള്ള വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ മതംഗാശ്രമത്തിലെത്തി ശബരി എന്ന താപസിയെ കാണുന്നു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശ്രീരാമനെ കാത്തിരുന്ന ആ താപസി അവരെ 2 പേരെയും പൂജിച്ച് ആദരിച്ച് അവരെ തൻ്റെ സിദ്ധി കൊണ്ട് ആ വനത്തിലെ എല്ലാം കാണിച്ചു കൊടുത്തു. അവിടെ ഇരുന്ന് തന്നെ ഈ വനത്തിൽ എന്തെല്ലാം ഉണ്ടെന്നെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അതിനുശേഷം അഗ്നിയിൽ പ്രവേശിച്ച് സ്വർഗസ്ഥയായി ശബരി. അതിനുശേഷം അവർ ഋഷമുഖാചലം അന്വേഷിച്ച് സുഗ്രീവനെ അന്വേഷിച്ച് പോകുന്നതായിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കിഷ്കിന്ധ കാണ്ഡമാണ് തുടങ്ങുന്നത്. നാളെ കിഷ്കിന്ധ കാണ്ഡം തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.